ടാർഗറ്റ് തൊഴിൽ പീഡനം സംബന്ധിച്ച ന്യൂസ് മലയാളം വാർത്ത ശരിവെച്ച് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. തൊഴിൽ പീഡനം നടന്നിട്ടില്ലെന്ന ലേബർ ഓഫീസറുടെ റിപ്പോർട്ട് തള്ളിയ മന്ത്രി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് മലയാളം ബിഗ് ഇംപാക്ട്. ഈ മാസം 5-നാണ് മലയാളികളുടെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തൊഴിൽ സ്ഥലത്തെ പീഡന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടത്. വാർത്തയെ കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. ഇതിനാദ്യം എറണാകുളത്തെ പീഡന ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് പുറത്തുവന്നത്. ഇതിനു പിന്നാലെ പീഡന വിവരങ്ങൾ തുറന്നു പറഞ്ഞ് നിരവധി പേരാണ് രംഗത്തെത്തിയത്. കാസർഗോഡും തൃശൂരും തിരുവനന്തപുരവും അടക്കമുള്ള ജില്ലകളിലെ തൊഴിൽ പീഡന വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ന്യൂസ് മലയാളം പങ്കുവച്ചു. ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട തൊഴിൽ മന്ത്രി ലേബർ ഓഫീസറോട് റിപ്പോർട്ട് തേടിയിരുന്നു. എറണാകുളത്തെ പീഡന ദൃശ്യങ്ങളിലായിരുന്നു റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ഇതിൽ അന്വേഷണം നടത്തിയ ലേബർ ഓഫീസർ 2-3 തൊഴിലാളികളുടെ മൊഴികൾ മാത്രം രേഖപ്പെടുത്തി. ദൃശ്യങ്ങളിൽ കണ്ടിട്ടുള്ളതുപോലെ തൊഴിൽ പീഡനം നടന്നിട്ടില്ലെന്ന് റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ റിപ്പോർട്ടാണ് തൊഴിൽ മന്ത്രി തള്ളിയത്. റിപ്പോർട്ടിൽ അവ്യക്തതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ മന്ത്രി ലേബർ കമ്മീഷണറോട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഒരു റിപ്പോർട്ട് കിട്ടി, അത്ര ശരിയാണെന്ന് തോന്നിയില്ല. ഒന്നുകൂടെ സമഗ്രമായി അന്വേഷിക്കാൻ വേണ്ടി ലേബർ കമ്മീഷനോട് പറഞ്ഞത്. DL-യുടെ റിപ്പോർട്ട് അതും ശരി ഇതും ശരി എന്നുള്ള നിലയിലൊക്കെ എഴുതുന്ന റിപ്പോർട്ട് പോലെ എഴുതിക്കൊണ്ട് വന്നിരിക്കുക. അവ്യക്തത ഉണ്ട്. ലേബർ ഓഫീസർ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. ലേബർ ഓഫീസർ ആകെ രേഖപ്പെടുത്തിയത് എറണാകുളത്തെ തൊഴിൽ പീഡനത്തിന്റെ ദൃശ്യങ്ങളിൽ കാണുന്ന 2 വ്യക്തികളുടെ മൊഴികൾ മാത്രമാണ്. സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മറ്റു തൊഴിലാളികളുടെയോ മുൻ തൊഴിലാളികളുടെയോ മുൻ ഉടമകളുടെയോ മൊഴി രേഖപ്പെടുത്തിയില്ല. ദൃശ്യങ്ങളടക്കം പുറത്തുവന്നെങ്കിലും മുൻ തൊഴിലാളികളുടെ തുറന്നുപറച്ചിലുകൾ ഉണ്ടായെങ്കിലും ആരും പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. ഇതേ സ്ഥാപനത്തിൽ ജോലി ചെയ്ത മുൻ ജീവനക്കാർ ശമ്പളം ലഭിച്ചില്ലെന്ന് കാട്ടി പെരുമ്പാവൂർ പോലീസിന് പരാതി നൽകിയെങ്കിലും ലേബർ ഓഫീസിൽ പരാതി നൽകാൻ ഇവരോട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇത്തരം വീഴ്ചകൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കണ്ടെത്താനായിട്ടില്ല. ലേബർ കമ്മീഷണർ തയ്യാറാക്കുന്ന റിപ്പോർട്ടിൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. തിരുവനന്തപുരം, കൊച്ചി ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.